PN അസ്കർ വീണ ജോർജ് അത് ഇപ്പം പറയുകയാണ് അവിടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തുക ഓണററിയുമായി നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പം കുറച്ചു മുമ്പ് പറഞ്ഞ വീണ ജോർജ് ആരുമായിട്ടാണ് കമ്പാരിസൺ? മധ്യപ്രദേശുമായിട്ടൊക്കെയാണ് കമ്പാരിസൺ. മധ്യപ്രദേശിലെ എന്താണ് ലിവിംഗ് കോസ്റ്റ് എന്താണ്, മധ്യപ്രദേശിൽ കൊടുക്കുന്ന ജോലി കൊടുക്കുന്ന കൂലി എത്രയാണ്, കേരളത്തിൽ എത്രയാണ് കൂലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞ കണക്കൊക്കെ ഞാൻ വേണം ഇട്ട് തരാം. അതേത് ഇടത് സർക്കാർ ഔദാര്യമല്ല, കാലാകാലങ്ങളിൽ നമ്മൾ ആറിച്ചെടുത്ത നട്ടലാണ് ശ്രീ അസ്കർ. അപ്പോഴാണ് മറ്റ് കമ്പാരിസൺ. 7,000 രൂപയാണ് ആരോഗ്യമന്ത്രി പറയുന്ന ഈ ഭീമമായ തുക. ഒരു ദിവസം എത്ര? 232 രൂപ. ശ്രീ BN അസ്കർ, അവർക്കൊന്നും കൊടുക്കണ്ട, ഇവരെ പുച്ഛിക്കാതിരുന്നൂടെ? ഈ ആരോഗ്യമന്ത്രിയെ പോലെ, ഈ ധനമന്ത്രിയെ പോലെ ഈ പാവങ്ങളെ പുച്ഛിക്കാതിരുന്നൂടെ? ഒന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ അസ്കർ, പേരിനെങ്കിലും. ഹാഷ്മി, ഏറ്റവും പരമപ്രധാനം ഇതിൽ കാണേണ്ടത് കേരളത്തിലെ ആശാവർക്കർമാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ ബ്രിഗേഡാണ്. 2018 പ്രളയകാലത്തും കോവിഡ് കാലത്തും അവർ കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ ഒരു തരത്തിലും നിരാകരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിന് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഏതെങ്കിലും വൃദ്ധരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും വീടുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നുവെങ്കിൽ അവരുടെ വിവരങ്ങൾ പോലും കൃത്യമായി ശേഖരിച്ച് അവരുടെ മക്കൾക്ക് പോലും ലഭിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന കേരളത്തിലെ നിസ്തൂലവുമായിട്ടുള്ള സേവനം നടത്തുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർമാർ. 26,000-ഓളം ആളുകളുണ്ട്. ഇതിൽ ചിലരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് കേരളമാണ് എന്നുള്ള കാര്യത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സംശയമില്ല. 7,000 രൂപ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിശ്ചയിക്കപ്പെട്ടുള്ള തുകയാണെങ്കിൽ പോലും അത് ഒരു കുറഞ്ഞ വേതനമായി തന്നെയാണ് ഞാനും കരുതുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ അതിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരു സംശയം അക്കാര്യത്തിൽ അതിലൊരു മറ്റൊരു അഭിപ്രായം ഇടതുപക്ഷത്തെ ആർക്കെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് മറ്റേതെങ്കിലും സമരത്തെ പരിഹസിക്കുന്നോ 6-ാം നാൾ ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ആരോഗ്യമന്ത്രി. എന്നിട്ട് ചർച്ചയ്ക്ക് ഇപ്പോൾ ആ ദിവസം അവരുടെ കുടുംബയോഗം നടക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്ന മഹാസംഗമം പോലെ കുടുംബയോഗം നടക്കാൻ ഈ ദിവസമാണ്. ആ സമരത്തെ പൊളിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് വിളിച്ചു. ബേസിക് ഹോംവർക്ക് നടത്തേണ്ടതല്ലേ? മറ്റു വകുപ്പുകളും ആലോചിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയും ആലോചിക്കേണ്ടതല്ലേ? ഒരാലോചന ഇല്ലാതെ ആരോഗ്യമൊന്നും എനിക്കും അത് തീരുമാനമെടുക്കാനല്ല. കളിയാക്കലല്ലേ സാറേ? ഈ ബാലഗോപാൽ പറഞ്ഞ കളിയാക്കലല്ലേ? ഈ പാവങ്ങൾക്ക് ഒന്നും കൊടുക്കണ്ട, ഈ പാവങ്ങളോട് വൃത്തിയോട് പറയാതിരുന്നൂടെ? അങ്ങനല്ലേ. ഇത് 20,000-ഓളം വരുന്ന അംഗങ്ങൾ ആശാവർക്കർമാരുള്ളത് ഇടതുപക്ഷ സംഘടനയായുള്ള CITUവിൻ്റെ ഒപ്പമാണ്. ആ 20,000-ഓളം അംഗങ്ങളെ ചേർത്തു പിടിക്കാൻ ഇടതുപക്ഷത്തിനാവുമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് 6,000-ഓളം ആളുകളാണ്. അവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും, വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണകോണുകൾ ഉണ്ടാവാം. അവർ പറയുന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വ്യത്യസ്തതയുണ്ടാവാം. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നിടത്താണ് പ്രശ്നം. ഇവിടെ റോസമ്മ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു വന്നിരിക്കുന്നവരാണോ? നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നവരാണോ? CITUവിൻ്റെ കൂടെയാണോ എല്ലാ സമരക്കാരും? നിങ്ങൾ കുറച്ച് 6,000 പേര് മാത്രമേ ഉള്ളോ? സർ, തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളല്ല, ഈ പറയപ്പെട്ട വ്യക്തികളാണ് തെറ്റിദ്ധരിച്ചിട്ടിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കത്തക്ക ഒരുപാട് വാർത്തകൾ അവർ ഞങ്ങളുടെ ഈ മഹാസംഗമത്തിൽ കാണിച്ചു തന്നായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വാഹനങ്ങൾ വന്നിരുന്ന ആലപ്പുഴ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി. അവർ വേറെ വാഹനത്തിൽ കയറിയാണ് പോകുന്നത്. ഞങ്ങൾ കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. ജോലി ചെയ്ത കാശ് ചോദിക്കാൻ വേണ്ടി 3 മാസത്തെ വേതനം കുടിശ്ശിക വന്ന് ചോദിക്കാൻ പല പ്രാവശ്യവും ഞങ്ങൾ സമരമില്ലാതെ നമ്മുടെ സ്വന്തം നാട്ടുകാരെ ബഹുമാനിച്ച്, സ്വന്തം ആളുകളെ ബഹുമാനിച്ച്, സ്വന്തം അയൽക്കാരെ ബഹുമാനിച്ച്, സ്വന്തം ബന്ധുക്കളെ ബഹുമാനിച്ച് ഞങ്ങൾ സമരമുഖത്തേക്ക് വരാതിരുന്നതാണ്. ഇപ്പോൾ പല ആവർത്തികളും ഈ കഴിഞ്ഞ 17 വർഷം കൊണ്ട് ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ ഓണറേറിയവും ഇൻസെൻറ്റീവും മുടങ്ങിക്കിടക്കുകയാണ്. ആ ജോലി ചെയ്ത കൂലി മേടിക്കാൻ വേണ്ടി ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തരണോ? ഞങ്ങളെ ആരെങ്കിലും മാട്ടിത്തെളിച്ചുകൊണ്ട് വരണോ? ഇതിന് ധനമന്ത്രി കൃത്യമായിട്ട് മാപ്പ് പറയേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ ഈ പൊതുസമൂഹത്തെ, കേരളത്തിലെ മുഴുവൻ സ്ത്രീ തൊഴിലാളികളെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇടതുപക്ഷ സർക്കാർ ഈ കേരളം ഭരിച്ചത് തൊഴിലാളി സർക്കാരാണ്. ആ തൊഴിലാളി സർക്കാർ തീർച്ചയായും ഞങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ചേർത്ത് പിടിച്ചാൽ മാത്രം പോരാ, ഞങ്ങൾ പണിയെടുത്ത കൂലി കൃത്യസമയത്ത് ആരോഗ്യമന്ത്രി എന്ന്, മുഖ്യമന്ത്രി എന്ന്, ധനമന്ത്രി എന്ന് ശമ്പളം മേടിക്കുന്നു ആ ദിവസം തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? ഞങ്ങൾ ഈ തൊഴിലാളി ഗവൺമെൻറ് ആണെന്ന് അഭിമാനത്തോടെ നിൽക്കുന്ന ഞങ്ങൾ ഈ 3 മാസം വരെ ഈ പൊരി വെയിലത്ത് കുംഭമാസത്തിലെ ചൂടും തണുപ്പും ഏറ്റുകൊണ്ട് ഞങ്ങൾ ശരിയായ രീതിയിൽ കുളിക്കാൻ പറ്റുന്നില്ല, ശരിയായ ഞങ്ങളുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പെരുവഴിയിൽ ഞങ്ങളെ കിടത്തിയത് എന്തിനാണ്? അതിന്
ആരാ ഉത്തരം പറയേണ്ടത്? ഞങ്ങൾ ജോലി ചെയ്ത കാശ് മേടിക്കാനാണ് ഇവിടെ വന്നത്. എന്തുകൊണ്ട് ഇത്രയും ദിവസമായി 13,200 രൂപ തന്നു? 7,000 രൂപ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ? പൊതുസമൂഹം മുഴുവനും ഞങ്ങളെ അറിഞ്ഞു കഴിഞ്ഞു. പൊതുസമൂഹം മുഴുവനും ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ ആരും നോക്കേണ്ട. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മുഴുവൻ മാനദണ്ഡങ്ങളും ഞങ്ങൾ സ്വീകരിച്ചിട്ടേ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും പുറത്തു പോകൂ. കാരണം ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ ജീവിത പ്രശ്നമാണ്, ഞങ്ങളുടെ വിശപ്പിൻ്റെ വിളിയാണ്. അത് മനസ്സിലാക്കണം. പിന്നെ അത്താഴക്കരത്തിൽ നിന്ന് പിടിച്ചു പറിച്ച് PSC അംഗങ്ങൾ കൊടുത്തു വന്ന രംഗം പറയുന്നത് കേട്ടു. ഇന്ന് ആശാവർക്കർ പറയുന്നത് കേട്ടു. അത് ചങ്കിൽ കൊള്ളുന്ന വർത്തമാനമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പൊതുസമൂഹം നേരുന്നുണ്ട്. ശ്രീമതി റോസ്, ഞാൻ